പ്രിയമുള്ള സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാനായ ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ലാഹ് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് വിവരിക്കെ വിശ്വാസികളായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് വഇദാ റഅയ്തന്നാസ യുഅ്ജിബൂന ബിക, ജനങ്ങൾ നിന്നെ കാണുമ്പോൾ നിന്നെക്കുറിച്ച് അത്ഭുതപ്പെടുന്നുണ്ടെങ്കിൽ, അതായത് നിന്റെ ഗുണങ്ങളെക്കുറിച്ചും നീ ആരാണ് എന്നതിനെക്കുറിച്ചൊക്കെ ആളുകൾ നന്നായി സംസാരിക്കുകയും വാചാരമാവുകയും അത്ഭുതപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഫഅലം, നീ മനസ്സിലാക്കണം, അന്നഹും യുഅ്ജിബൂന ബിക ബിജമീലിൻ അദ്ഹറഹുല്ലാഹു, അല്ലാഹു നിന്നെക്കുറിച്ചുള്ള പുറത്ത് കാണിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് അവർ നിന്നെക്കുറിച്ച് അത്ഭുതപ്പെടുന്നത്. എന്നാൽ വസത്രഹുല്ലാഹു ബിഖബീഹിൻ, നീ യഥാർത്ഥത്തിൽ നീ ആരാണോ, നിന്റെ ഒരുപാട് ദൗർബല്യങ്ങളും ദുസ്വഭാവങ്ങളും അല്ലാഹു മറച്ചു പിടിച്ചിരിക്കുക. അത് പുറത്ത് കാണിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു പിടിച്ചത് കൊണ്ടാണ് ആളുകൾ നിന്നെക്കുറിച്ച് നിന്നെ കാണുമ്പോൾ അത്ഭുതപ്പെടുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? വഷ്കുറില്ലാഹ വലാ തഅ്തർ, അല്ലാഹു ചെയ്ത ആ നന്മയോട് നീ നന്ദി കാണിക്കുകയും നീ അതിൽ വഞ്ചിതരാകുകയും ചെയ്യരുതെന്നാണ്. ഇത് നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ, ആളുകൾ നമ്മളെക്കുറിച്ചൊക്കെ നല്ല ആളാണ് എന്നൊക്കെ വിലയിരുത്തുന്നതും നമ്മളെക്കുറിച്ച് നമ്മളെ കാണുമ്പോഴൊക്കെ അത്ഭുതപ്പെടുന്നതൊക്കെ എന്താണെന്നറിയോ, അല്ലാഹു യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്ന് അല്ലാഹു നമ്മളെ പുറത്ത് കാണിക്കാത്തതുകൊണ്ടാണ്. അതായത് നമുക്ക് കുറെ ദൗർബല്യങ്ങളും കുറവുകളും ദുസ്വഭാവങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ അല്ലാഹു മറച്ചു പിടിച്ചത് കൊണ്ടാണ് നമ്മുടെ നന്മകൾ മാത്രം അല്ലാഹു പുറത്ത് കാണിക്കുന്നത് അർത്ഥം. നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ള ആരാണെന്നുള്ളത് അല്ലാഹുവിന് മാത്രമേ അറിയുള്ളൂ. അത് അല്ലാഹു മറച്ചു പിടിച്ചിരിക്കുകയാണ്. ആ മറച്ചു പിടിച്ചത് കൊണ്ട് ആ മറച്ചു പിടിച്ചതിന് പേര് നീ അല്ലാഹു നന്ദി കാണിക്കണം. കാരണം നിന്റെ തനി സ്വഭാവം അല്ലാഹു നീ ആരാണെന്നുള്ളത് സമൂഹത്തിന് മുമ്പിൽ വലിച്ചു കീറാതെ നിന്നെ ഇങ്ങനെ സംരക്ഷിച്ചിരിക്കുകയാണ്. പക്ഷെ നീ ഒരിക്കലും വഞ്ചിതരാകരുത്. നിന്നെ പുറത്ത് അല്ലാഹു നിന്നെ പ്രകടിപ്പിക്കുന്നതിനെ കുറിച്ച് നീ വഞ്ചിതരാകുകയും ചെയ്യരുത്. ആളുകളൊക്കെ എന്നെ കുറിച്ച് നല്ലതാണല്ലോ പറയുന്നത്, ആളുകൾ ഇങ്ങനെ വലിയ മഹത്വമൊക്കെ പറയുമ്പോഴൊക്കെ അതിൽ നീ വഞ്ചിതരായി പോവുകയും ചെയ്യരുത് എന്നതാണ് ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ലാഹ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്നുള്ളത് നമ്മുടെ ഉള്ളാണ് നമ്മളുള്ളത്. അത് അല്ലാഹു മറച്ചു പിടിച്ചതാണ്. പുറമെ നമ്മെ ഭംഗിയായി അവതരിപ്പിക്കുന്നു. അത് നന്ദി കാണിക്കുവാനും അല്ലാത്തതിൽ വഞ്ചിതരാകാതിരിക്കുകയും ശ്രദ്ധിക്കണം എന്നുള്ളത് വിശ്വാസതയുടെ സൂക്ഷ്മ നിലയിൽ ഇബ്നുൽ ഖയ്യിം ജൗസി വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.